സോ ആദ്യമൊക്കെ എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അവിടെയാണ് നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. എന്തുമാത്രം ലിമിറ്റഡ് ആണ് നമ്മൾ എന്നുള്ളത്. പിന്നെ അത് ഓവർകം ചെയ്യാനുള്ള എക്സസൈസസ് ആണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഈ അക്കമേൽ എന്തെങ്കിലും ആ ഒരു രൂപഭാവത്തിൽ എന്തെങ്കിലും പൂർണ്ണിമയുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നോ? കാരണം അത്യാവശ്യം നന്നായിട്ട് മേക്ക് ഓവർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ കഥാപാത്രം പറയുമ്പോൾ ഡെഫിനറ്റ്ലി പോവും. എങ്ങനെയായിരിക്കണം കോസ്റ്റ്യൂം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് അത് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഏർപ്പെടുന്ന ജോലികളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ വരണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം അത് കാരണം നമ്മൾ പറഞ്ഞു വെക്കുന്ന കുറച്ച് നോട്ട്സുകൾ ഇങ്ങനെ ആക്കിയാൽ നന്നാവില്ലേ, ഇങ്ങനെ ആക്കിയാൽ നന്നാവില്ലേ, അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഡിസ്കഷനാണ്. ഒരു കോൺവെർസേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയുകയും അത് അക്സെപ്റ്റഡ് ആവുന്ന സാഹചര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അത് തന്നെ കമ്മലും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും മേക്കപ്പിലും നല്ല ടീം തന്നെയാണ്. അപ്പം കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ ജോലി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം, ഇങ്ങനെയാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ആദ്യം ഞാൻ 2 ഭാഗത്ത് മൂക്കുത്തിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ അവർ തന്നെയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഡിസിഷൻ എടുത്തത്. ഇല്ല, നമുക്കിത് മാത്രം മതി. കാരണം എവ്രി വൺ ഓൺ ബോർഡ് അവർക്ക് അവരുടേതായ ജോലി നല്ല വൃത്തിയായിട്ട് അറിയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ആ കഥാപാത്രത്തിൻ്റെ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഒരു ടീമായിട്ട് ബെസ്റ്റായിട്ട് ആ കഥാപാത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണോ അതാണ് എല്ലാവരും ചെയ്തത്. അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ. ഈ അക്കമ്മയോടൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം ഇതിലേതാണ്? മധുമിയ. മധുമിയുടെ കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതേപോലെ തന്നെ അക്കമ്മ ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ ഒറ്റയ്ക്ക് അക്കുമ്മയ്ക്ക് ബന്ധുക്കൾ ആരും ഇല്ല, ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഉള്ള ബന്ധുക്കളൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനം എടുക്കുന്ന പെൺകുട്ടിയായിട്ടാണ് മധുമിയ. ആ കുട്ടിക്കും ഈ നഗരത്തിൽ ബന്ധുക്കളില്ല. അക്കമ്മയും മധുമയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാണ് ഒരു പല സമയത്ത് നമുക്ക് തോന്നി ഒരു അമ്മയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ചേച്ചിയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് എങ്ങനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പല പല മൊമെൻറ്റ്സിലൂടെ ഞാൻ മനസ്സിലാക്കി പോയിട്ടുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു പ്രിയംവദയുടെ കഥാപാത്രം വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കുമുള്ള വൈകാരിക ബുദ്ധിമുട്ടുകളും വൈകാരിക നിമിഷങ്ങളും എല്ലാം പ്രിയംവദ നല്ല അസ്സലായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ ചെയ്യുന്ന എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രം, എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രിയംവദയായിട്ടാണ്. അപ്പോൾ ആ കഥാപാത്രം തന്നെ ഞാനിപ്പോൾ പറയുള്ളൂ. ഈ നമ്മൾ ഈ കഥാപാത്രം മാറ്റി വെച്ചിട്ട് പോകുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മളൊരു സിനിമയിൽ ഇത്രയും ദിവസം നമ്മൾ അഭിനയിച്ചിരിക്കുകയാണ്, ആ കഥാപാത്രം നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്, അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ റാപ്പപ്പ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ പിടിച്ചു മാറ്റുന്നത്, എങ്ങനെയാണ്? ഭയങ്കര ചലഞ്ചിങ്. നമ്മളുമായി വളരെ മാറി നിൽക്കുന്ന ക്യാരക്ടേഴ്സിനാണ് അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. വളരെ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സായിട്ട് അത്രയും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും പറയാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എനിക്കത് തുറമുഖത്തിലെ അമ്മയായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതെൻ്റെ മക്കള് പറയും തിരിച്ചു വരുമ്പോൾ, അമ്മ ഇത്ര സാഡ് അമ്മ വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ അപ്പം അത് എനിക്ക് തോന്നുന്നു വളരെയധികം ഇമോഷണൽ ഗ്രാഫ് കംപ്ലീറ്റ് അഡ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന, കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളിലായിരിക്കാം ചിലപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. പക്ഷെ പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് നോ, എനിക്ക് എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്തത് കൊണ്ടാവാം. ഈ ഇപ്പം നമ്മൾ ഈ വൈറസാണ് 17 വർഷത്തിന് ശേഷം വരുന്ന ഒരു ഇത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കാണുകയാണ് പൂർണിമ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തുറമുഖം കാണുമ്പോൾ ശക്തമായ ഒരു കഥാപാത്രം പൂർണിമ കാണുന്നു. അത് ആദ്യം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഉമ്മ എന്ന കഥാപാത്രത്തിൽ പൂർണിമയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി. ആ ഒരു കഥാപാത്രം, അത് പൂർണിമ അത്രയും നല്ല ഹെവി ഒരു ക്യാരക്ടർ അത്രയും നന്നായിട്ട് ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. ഈ മദർഹുഡ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ക്യാരക്ടറിനെ ചൂസ് ചെയ്ത് നിന്നും എന്തെങ്കിലും ഒരു ഒന്ന് പിന്മാറ്റാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചൂസി ആകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ തിരിച്ചു വരൽ 17 വർഷത്തിന് ശേഷം ഓൾറെഡി മദറായി കഴിഞ്ഞല്ലോ. അതെ. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് അഭിനയത്തിൻ്റെ ഓഫേഴ്സ് ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. പക്ഷെ മദർഹുഡിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, കഥാപാത്രത്തെ മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടെ ഗ്രാഹ്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയേഴ്സ് മനസ്സിലാക്കാനും എന്തുകൊണ്ട് അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാനും. അത് മാതൃത്വം മാത്രമല്ല, ചിലപ്പോൾ പ്രായത്തിൻ്റെയും വ്യത്യാസമാവാം തീർച്ചയായിട്ടും. എൻ്റെ 20കളിൽ ഞാൻ ചെയ്തതാണ് നേരത്തെ ചെയ്തിരിക്കുന്ന സിനിമകൾ. അപ്പോൾ അന്ന് ഞാൻ ആ സിനിമ കഥാപാത്രങ്ങൾ, എനിക്ക് അന്ന് കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങളും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിനെ ഞാൻ സമീപിക്കുന്നത് അന്നത്തെ 20കളിലെ ഞാനായിട്ടാണ് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ലേറ്റ്
30s അഭിനയിക്കാൻ വരുന്നത്. അപ്പം ഒരു 40കളിൽ ഞാൻ ഒരു സിനിമയെ കാണുന്നതും ആ കഥാപാത്രത്തെ കാണുന്നതും എൻ്റെ ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫിൻ്റെ ജേർണിയുടെ ആ ഫേസിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മദർഹുഡ് കഥാപാത്രത്തെ പുറകോട്ട് വലിക്കുന്നു എന്നുള്ളത് ഞാൻ കേൾക്കുന്ന സ്ക്രിപ്റ്റുകളിൽ എനിക്ക് പേഴ്സണലി എന്തൊക്കെ നമ്മളിപ്പോൾ ഒരിക്കലും കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നാൽ പോലും നമ്മളൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ അത് വന്നു പോകും. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ഞാൻ അങ്ങനെ 1-2 സ്ക്രിപ്റ്റ്സിനോട് നോയും പറഞ്ഞിട്ടുണ്ട്. അത് ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല എന്നെനിക്ക് തോന്നുന്ന സമയത്ത് ഞാനത് തീർച്ചയായിട്ടും വോക്കലായിട്ട് അവരോടത് പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ കോൺവെർസേഷൻ. എന്തുകൊണ്ടാണ് അവർ ആ കഥാപാത്രത്തെ എങ്ങനെ കാണുന്നത് എന്നുള്ളത് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നമുക്ക് ഡിഫറൻസസ് മനസ്സിലാവുക. സോ അത് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുറമുഖം ചെയ്തിരുന്ന സമയത്ത് ആ തുറമുഖം എന്ന അമ്മ എന്ന് പറയുന്നത് ഞാനും അമ്മയിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്, കഥാപാത്രത്തിൻ്റെ വ്യത്യാസമുണ്ട്, സാഹചര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകളിലെല്ലാം അക്കമ്മയ്ക്ക് കുട്ടികളില്ല. പിന്നെ ഞാനിപ്പം ഹിന്ദിയിൽ ചെയ്യുന്നതിലാണെങ്കിലും അവിടെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേറൊരു മദർഹുഡാ. സി എവറി മദർഹുഡ് ഇസ് ഡിഫറെൻറ്റ് ത്രൂ ദാറ്റ് മദർ അല്ലേ. അത് കാരണം എവറി മദർ ഇസ് ഇൻഡിവിജ്വലി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ അതിൻ്റേതായൊരു അപ്രോച്ച് ആ കഥാപാത്രങ്ങളിലും നിമിഷങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ. പക്ഷെ ഞാനെന്ന വ്യക്തി, ഞാനെന്ന അമ്മ എന്ന രീതിയിൽ ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണ് കൂടുതലും അതിനകത്ത് ഇൻവോൾവ് ആവാറുള്ളത്. പെർഫോമൻസിലോട്ട് ഇറങ്ങുമ്പോൾ അധികമില്ല. കലാപാനി വെബ് സീരീസ്, അതും ഈ പറഞ്ഞ മാതിരി ഞാൻ ട്രെയിലർ കാണുമ്പോൾ ഞാൻ അതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല പൂർണിമ അതിൽ അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒന്ന് പോസ് ചെയ്ത് പൂർണിമയാണോ എന്നുള്ള ഡൗട്ട് വീണ്ടും അത് കണ്ടു. അപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയായിരുന്നു കാലാപാനിയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു കാലാപ്പാണി എങ്ങനെ എന്നിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ എന്നെ അറിയാത്തൊരു വ്യക്തി തന്നെയാണ് വിളിച്ചത്. കാസ്റ്റിംഗ് ഏജൻസിൻ്റെ ആൻറ്റി കാസ്റ്റിംഗ് എന്നാണ് വിളിച്ചത്. എന്നെ വിളിച്ച് ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. സിനിമ സീരീസിന് വേണ്ടിയിട്ടാണ്, ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോംബെയിൽ സ്ഥിരം കാസ്റ്റിംഗ് ഏജൻസീസിൽ നിന്ന് കോൾ വരുമ്പോൾ പ്രോപ്പർ ഓഡിഷൻ പ്രോസസ്സിലൂടെയാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊരു പോസ്റ്റ് കോവിഡ് സിനാരിയോയും കൂടിയാണ്. അപ്പം ഓൺലൈൻ ഓഡിഷൻസ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്കൊന്ന് അടുപ്പിച്ച് ഓഡിഷൻസ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഓഡിഷൻ കിട്ടിയതാവാം അവരുടെ കയ്യിൽ, അങ്ങനെ ആയിരിക്കും ഈ കോള് വന്നത്. പക്ഷെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സൗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ആ മുഖവും ആ ഭാഷയുടെ ഒരു ചെറിയ ഡയലക്റ്റൊക്കെ ഉള്ളത് ആവശ്യപ്പെട്ടതാവാം. പക്ഷെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് ഒട്ടും സൗത്ത് ഇന്ത്യൻ ആയിട്ടോ അല്ലെങ്കിൽ നേറ്റിവിറ്റി ഉള്ള ഒരു കഥാപാത്രമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ കാലാപാനി ഐ തിങ്ക് ഐ എം ഹാപ്പി ഇറ്റ് ജസ്റ്റ് കെയിം മൈ വേ.